ഹായ്. ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്ന് ഗൾഫിന് പോവാ. അപ്പോൾ തിരിച്ച് ഗൾഫിന് പോവാ. അവൻ വന്നിട്ടൊരു 2 മാസമായി. 2 കൊല്ലം നിന്നിട്ട് പിന്നെ 2 മാസം ലീവിന് വന്നിട്ട് ഇനി അവൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മാസമൊക്കെ 2 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടേ വരും. അപ്പോൾ അവനെ കാണാൻ വേണ്ടി എയർപോർട്ടിൽ പോകാൻ വേണ്ടി നിൽക്കാം. എൻ്റെ ലൈഫിലൊരു വൺ ഓഫ് ദ ബെസ്റ്റ് പേഴ്സൺ ആണ്. അതായത് നാട്ടിൽ എനിക്ക് കുറച്ച് ഫേവറേറ്റ് ആൾക്കാരുണ്ട്. അതിലിപ്പോൾ ഞാനും റിച്ചു എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് മാത്രമേ നാട്ടിലുള്ളൂ. ബാക്കി എല്ലാവരും ജോലി പരിപാടി എന്നൊക്കെ പറഞ്ഞ് ഗൾഫിലാ. വേറെ ആരുമില്ല. അപ്പോൾ പിന്നെ ജാസിമുണ്ട്. അപ്പോൾ ഞാൻ സുഫുവിനെ കാണാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുക. അവൻ അവൻ എനിക്ക് കൂട്ടത്തിൽ കുറച്ചുകൂടി ഫേവറേറ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവനാണ് എന്നെ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിച്ചത്. നമ്മൾ വർക്ക്ഷോപ്പിൽ കുറേ നേരം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അവൻ്റെ വണ്ടി പണിയാവുമ്പോഴും അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും വണ്ടിയൊക്കെ പണിയുമ്പോൾ ഞങ്ങളാ കൊണ്ടുപോക്ക്. അപ്പോൾ അവിടെ പോയിട്ട് അവൻ്റെ ഒപ്പം പോസ്റ്റ് ആയി നിന്നിട്ടുണ്ട്. കുറേ ടൈം ഞാൻ അവനായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവന് ഇനി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടേ വരൂ. അപ്പം നമുക്കിഷ്ടമുള്ളവരൊക്കെ പോകുമ്പോൾ അറിയാലോ. അപ്പം അവനെ കാണാൻ വേണ്ടി പോകണം. അവൻ കുറച്ച് കഴിഞ്ഞ് എയർപോർട്ടിലെത്തും. അപ്പോൾ എനിക്ക് അവൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് എയർപോർട്ടിൽ നിന്ന് പോകാമെന്നാണ് വിചാരിച്ചത്. ഇങ്ങനത്തെ ഒരു സാധനം വ്ളോഗ് ഇടണ്ടാന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇടാം എന്നുള്ള ഇതൊരു കുറച്ച് കഴിഞ്ഞ് എടുത്തും കാണാമല്ലോ എന്നുള്ള രീതിയിൽ എടുത്തതാ. നാട്ടിലെനിക്കൊരു ഒരു 5-6 പേരുണ്ട് കുറച്ചിങ്ങനെ ഫേവറേറ്റ് ആയിട്ട്. അതിലിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഗൾഫിലാണ്. ഇനി ഇവനൊക്കെ പോയി കഴിഞ്ഞാൽ 2 കൊല്ലം നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആരും ഇല്ല കാണാൻ വേണ്ടിയിട്ട്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരിക്കും. വേറെ പുറത്തേക്ക് ഇറങ്ങാൻ ആരും ഇല്ല. ഇവനാകുമ്പോൾ ഇങ്ങനെ വിളിക്കും, മുർത്താസേ അതെ കാറായിട്ട് വന്നിട്ട് വാ. അപ്പോൾ ഇവൻ എനിക്ക് കൂട്ടത്തിൽ സ്പെഷ്യൽ ആക്ച്വലി. അപ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പോൾ എയർപോർട്ടിൽ പോയിട്ട് ഞാൻ അവനെ കാണിച്ചു തരാം. മറ്റേ വേറൊരു വീഡിയോയിൽ വണ്ടർലയിൽ പോകുന്ന വീഡിയോയിൽ അവനുണ്ട് ആക്ച്വലി. അവൻ്റെ കാറിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവൻ എയർപോർട്ടിലുണ്ട്. അപ്പോൾ അവനെ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം. ഇപ്പോൾ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. സൊഫുണ്ട്. സൊഫിന് 2 കൊല്ലത്തിന് ശേഷമൊക്കെ വരുള്ളൂ എന്ന് പറയണേ. സൊഫിനെ കണ്ടി ഇതൊക്കെ പറയണേ പറഞ്ഞോട്ടെ പിടിച്ചോട്ടെ. എന്ത് പറയാ നാട്ടില് വന്നിട്ട് വൈബായിരുന്നു, അടിപൊളിയായിരുന്നു. കൊറേ എൻജോയ് ചെയ്യാൻ പറ്റി. വൺ ഇയർ അങ്ങനെയൊക്കെ കാര്യങ്ങള്. ഓക്കെ ഇവന്മാർക്കൊക്കെ ഭയങ്കര മടിയാണ് വീഡിയോയുടെ മുമ്പിൽ വരാൻ വേണ്ടിട്ട്. എനിക്കതില്ല. അപ്പൊ വൈകാണ്. സോറി ശരിക്കും പറയണത് എന്താണ് ഇവന്മാരാരും ഒന്നും പറയണില്ല. ഇവന്മാർക്ക് ഭയങ്കര നാണവും ഇതൊക്കെ ആയിട്ട് പേടിയായിട്ടാണ് നിക്കണേ. ഇപ്പൊ സൊഫു പോകണുണ്ട് എയർപോർട്ടിൽ നിന്ന്. ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. സൊഫുടെ ഭയങ്കര പ്രിപ്പറേഷനിലാണ്. മന്തിയൊക്കെ മേടിച്ചിട്ടാണ് പോണത് എയർപോർട്ടിന്റെ ഉള്ളിൽ. ഇവിടെ അബുണ്ട്. അബുവിനെ കാണിച്ചുതരാം. കേറ്. അയ്യോ അങ്ങോട്ട് പോണ്ടേ? സൊഫു ഗ്ലാസ് ഒക്കെ വെച്ചു. സൊഫു പറ. സൊഫു ഗ്ലാസ് ഒന്നും ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എന്തിനു പ്ലാൻ? തിരിച്ചു പോവാ. നല്ല ട്രിപ്പ് പോവാൻ പറ്റും. പക്ഷെ ഇപ്രാവശ്യം വന്നിട്ട് ഒരു ട്രിപ്പേ പോയിട്ടുള്ളൂ. ഇനിയപ്പോ ചെക്കൻ പോവാണ്. സോ ഞാന് വേറെ കുറെ ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് വേറൊരു വീഡിയോ വരും. ബിൽഡപ്പ് അല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പറഞ്ഞിട്ടില്ലേ. ഇവിടെ ജാസിമൊക്കെ ഉണ്ട്. ജാസിം അടുത്ത പോവാൻ പോണത് ജാസിമാണ്ട. ഇൻഷാല്ലാ ജാസിമ ഡിസംബർ ജനുവരി ഇതിനൊന്നും നമ്മള് നമ്മ ഇങ്ങനത്തെ മടി കാണിക്കാൻ പാടില്ല ജാസിം. എല്ലാരും ഗുച്ചി ഇയർഫോണ് ഇത് വേണ്ടേ? ഇത് കേറ്റു അങ്ങനെ എയർപോർട്ടിൽ പൈസ കൊടുത്തായിരുന്നു. സോപ്പ് മന്തി
പുറത്തുനിന്ന് പാർസൽ മേടിച്ചു കൊടുത്താ പറയണേ. എടാ നിക്ക് കെട്ടിപ്പിടിച്ചില്ല സഫു. ഞാൻ മറന്നടാ. എന്താടാ പെട്ടിങ്ങോട്ട് കൊടുക്കാ. എന്താടാ സോഫ അതൊക്കെ സോഫ കെട്ടിപ്പിടിക്കാതെ അതൊക്കെ പോണ്. കല്യാണത്തിന് എൻഗേജ്മെന്റ് ഉണ്ടാവില്ലേ? നാട്ടില് CM വന്നു മറ്റേ ഏതോ ഒരു ഇനാഗ്രേഷൻ മറ്റേ ഹാളിന്റെ ഏത് ഇനാഗ്രേഷൻ. അപ്പൊ ജാസിമിന്റെ തൊട്ടടുത്താണ് CM. അങ്ങനല്ല സൈഡിൽ കൂടെ പോയി. സൈഡ് നീ ഇപ്പൊ പറഞ്ഞെന്താണപ്പോ? നമ്മളെ വണ്ടിയോടെ അപ്പുറത്ത്. എടാ നമ്മളെ വീഡിയോ എടുക്കുമ്പോ ഇങ്ങനെ ചമ്മല് കാണാൻ പാടില്ല. നമ്മളിങ്ങനെ ഇതാണ് ഫ്യൂച്ചർ ജാസി. അപ്പൊ ഫുഡ് കഴിക്കണ്ടെന്ന് പറഞ്ഞേ. അപ്പോ സൊഫ് പോയി. ഇനിയിപ്പോ അടുത്തതിന് ആരും ഇല്ല. ഇനി റിച്വൽ എങ്ങനെ ജാസിമാണ് പോവാനുള്ളത്. ഞാൻ എന്തായാലും പോവില്ല എന്നുള്ള ഇതിലാണ്. ഇനി അറിയില്ല. ഇനി സൊഫൊക്കെ പോയി. ചെക്കൻ പാവം. ഇനിയിപ്പോ 1 കൊല്ലം 2 കൊല്ലം കേട്ടേ വരൂ. എന്താലേ